ഹലോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം കണ്ടാലോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെയാണ് ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ 4 മണിക്കൊക്കെ എണ്ണീറ്റ് റെഡി ആയിട്ട് 5:30 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ പഞ്ചൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ നേരെ നമ്മൾ എയർപോർട്ടിലാണ് കയറുന്നത്. പിന്നെ ആണെങ്കിൽ നമുക്ക് ഫോൺ യൂസ് ആക്കാൻ പറ്റത്തുകൊണ്ട് തന്നെ നമ്മളവിടെ ലോക്കലിലൊക്കെ വെച്ച് പൂട്ടിയിട്ടാണ് ഇറങ്ങിയത്. തിരിച്ചിറങ്ങിയപ്പോൾ ഒരു നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൈഡിലാണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ മാങ്ങയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും മേടിച്ച് വന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നോക്കിയപ്പോൾ 2 ആൾക്കാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കാണെങ്കിൽ ഞാൻ T1-ലും ഒരാൾ T4-ലുമാണ്. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് വന്നങ്ങ് ഇരുന്നത്. അപ്പോഴത്തേക്ക് രണ്ടുപേരും വന്ന് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും ഒരാളെങ്കിൽ ജ്യൂസും അതേ തന്നെ റോളൊക്കെ ബാഗിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാങ്ങി ഞാൻ കൊടുത്തു. എന്തൊരു സ്നേഹമാണ് കുട്ടിക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പം ക്രോംബറ്റിലോട്ട് പോവുകയാണ്. കാരണം നമുക്ക് അവിടെ ശരവണ സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ ഓഫറൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ജീൻസ് നോക്കാൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്കിൽ പട്ടി നമ്മൾ കഴിക്കുന്ന കണ്ടോണ്ട് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അതിന് നമ്മൾ കുറച്ച് കൊടുക്കും. അങ്ങനെ ട്രെയിൻ വന്ന് നമ്മൾ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. ഞങ്ങളൊക്കെ സൈഡിൽ നിന്നിട്ടാണ് പോയത്. എന്നിട്ട് അതിൽ ഇടിച്ചേറെ ആൾക്കാരുണ്ടായിരുന്നു. എങ്ങനെയോ നമ്മൾ അങ്ങനെ ഇവിടെ ക്രോംബറ്റിലെത്തി. 3 പേര് ഇനി ആടി ഇനിയിപ്പം പോവുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓരോന്നും പറഞ്ഞ് നമ്മൾ റോഡിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോൾ കുറേ ചെടി ഇതേപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ വേറൊരെണ്ണം ഉറങ്ങി തൂങ്ങിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ തൊട്ടപ്പോൾ ഒരു കറക്റ്റ് മനുഷ്യൻ്റെ കൈ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ നോക്കിയപ്പോൾ നല്ല ആൾക്കാരാണ്. ഞാൻ വിചാരിച്ചു വലിയ അതൊന്നും ഇല്ല, ഒരു മാർക്കറ്റാണെന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായി ഇത് വലിയ ഷോപ്പാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ എവിടുന്നോ ഇല്ലാത്ത തിരക്ക്, ഭയങ്കര ആളും, അതേപോലെ തന്നെ നല്ല പൈസയും ഉണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് മൊത്തം അതിൽ കൊച്ചു പിള്ളേർ ഞെരങ്ങലായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കി ഇതൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ പതിവ് സാധനമായിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് ടാറ്റ ഉമ്മയൊക്കെ തന്നെ അവളങ്ങ് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.